എൻ്റെ നാട്ടിലൊരു കല്യാണിയമ്മ ഉണ്ടായിരുന്നു. മകൻ സുരേഷ് അമേരിക്കയിലാ പണിക്ക് പോയത്. വലിയ പൈസക്കാരനായി. അവിടുന്നാ കല്യാണം കഴിച്ചത്. മദാമ്മ പെണ്ണിനെ കെട്ടി. അവിടുന്നാ മോനുണ്ടായത്. 2 മാസം മുമ്പ് കല്യാണിയമ്മയ്ക്ക് ഒരു ഫോണ് വന്നു. മോൻ സുരേഷിന്റെ, അമ്മേ ഞാനും ഭാര്യയും കുട്ടിയും കൂടി നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. ആഹ്ലാദം കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടി ആകാശത്തേക്ക് പൊങ്ങി അമ്മൂമ്മ. മോൻ വരില്ലേ? കല്യാണിയമ്മേന്റെ അടുത്ത സുഹൃത്ത്, അങ്ങനെ പറഞ്ഞ അപ്പോഴത്തെ കുട്ടിക്ക് മനസ്സിലാവും. ബെസ്റ്റി അങ്ങനെയല്ലേ പറയാ? ബെസ്റ്റി. കല്യാണിയമ്മേന്റെ ബെസ്റ്റിയാണ് തെക്കേലെ ജാനു. ജാനുവിന്റെ വേലിക്ക് പോയിട്ട് കല്യാണിയമ്മ പറഞ്ഞു, ജാനുവോ ഇനി ചെമ്പനീർ പൂവിന്റെ കഥ എന്നോട് ചോദിക്കരുത്, ഈ കണ്ടോളണം. കുടുംബശ്രീ ശാരദ എവിടെ എത്തി നിന്നോട് ചോദിക്കാൻ നിൽക്കരുത്, മോൻ വരുന്നുണ്ട്, 15 ദിവസം ഒഴിവുണ്ടാവൂല. അങ്ങനെ പഞ്ചായത്താക്കി. വർത്താനൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ കല്യാണിയമ്മ ജാനുവിനോടൊരു ആശങ്ക പങ്കുവച്ചു. ജാനു, ഞാൻ പണ്ടത്തെ പവറില്ല. ഗോപാലേട്ടൻ കെട്ടുമ്പോ ഞാൻ നല്ല ഗ്ലാമറാ. ഇപ്പൊ വയസ്സായി. ഫെയർ ആൻഡ് ലവ്ലി എത്ര തേച്ചിട്ടും തൊലീന്റെ ചുളിവ് മാറിയിട്ടില്ല. കണ്ണ് കൊണ്ടുപോയി, മുടി നരച്ചു, പല്ല് കൊഴിഞ്ഞു, നടു വളഞ്ഞു, എല്ലാം കൂടി ഒരു ഷോ അല്ലപ്പ എന്നെ കാണാൻ. വരുന്നത് മദാമ്മയാ. അമേരിക്കയിലാ അവളെ താമസം. എന്നെ കണ്ട മൈൻഡ് ചെയ്യില്ലേ? പേരക്കുട്ടിക്ക് ഇംഗ്ലീഷ് അല്ലാതെ ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ പണ്ടാറം മലയാളം അല്ലാതെ ഒരു വസ്തു ഇട്ട് അറിയില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ ഞാൻ കുറവിലാവൂലായിരിക്കില്ല ജാനോ. ഞാൻ പറഞ്ഞു, മിണ്ടാണ്ട നിന്നടി, ചോരയാണ്, ഭാഷ ഏതായാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ സമാധാനിച്ച് പറഞ്ഞയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ മോനും മരുവോളും പേരക്കുട്ടിയോടി വന്നു. 15 ദിവസം അവിടെ കൂടി. അടിച്ചു പൊളിച്ചു. അങ്ങനെ അപ്പം പറയാം, ആരാ അടിക്കണേ, എന്താ പൊളിനെന്ന് പറയുന്നവനും കേൾക്കണോനൊന്നും അറിയില്ല. അമ്മ അങ്ങനെയാ പറയല്. ഇപ്പൊ എന്റെ മോനൊക്കെ അങ്ങനെയാ പറയാ, അച്ഛ അടിച്ചു പൊളിച്ചു. ആരടിക്കാൻ, എന്താ പൊളിനെ, പോട്ടെ. അടിച്ചു പൊളിച്ചു 15 ദിവസം ഉഷാറായി വീട്ടില്. 16ാമത്തെ ദിവസം മോൻ പെട്ടി മടക്കി കരിപ്പൂരിൽ നിന്ന് വിമാനം കയറി. 16ാമത്തെ ദിവസം രാവിലെ മോൻ കൊണ്ടുവന്ന ചോക്ലേറ്റിന്റെ വലിയ ഫാമിലി പാക്കറ്റ് ജാനുവിന്റെ വേലിക്കലെത്തി വിളിച്ചിട്ട് ജാനുവിനോട് പറഞ്ഞു, ഇത് ഗീതേന്റെ മോക്ക് കൊടുത്താളാ, മോളെ മോക്കേ. എന്നിട്ട് ഇങ്ങനെ വന്ന വടായി ഒക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇവിടെ പറയാണ്ടല്ലോ 15 ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്റെ ജാനുവോ ഈ പറഞ്ഞ പോലെയാട്ടോ, എന്റെ പേരക്കുട്ടിയും എന്റെ മരുവോളും എന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കാറാക്കിയിട്ടില്ല എന്ന് മാത്രല്ല, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനക്ക് കേൾക്കണോ? പോവാൻ നേരത്ത് ഉമ്മ വെക്കാൻ ഉയരം തികയാത്തോണ്ട് ചോറ് തിന്നണ മേശപ്പുറത്ത് കയറി ഉയരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്റെ കൗത്തില് കെട്ടിപ്പിടിച്ചിട്ട് ഗ്രാൻഡ് മാ. ഞാൻ വിചാരിച്ച എന്തോ തെണ്ടി തരാന്ന. ചെക്കനോട് ചോദിച്ചപ്പാ പറഞ്ഞത് അമ്മൂമ്മേന്നാ. എന്നാ ഉമ്മച്ചോന്ന് പറഞ്ഞാണ് വെച്ചെടുത്തു മോന്ത. കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് 15 മിനിറ്റാണ് ഉമ്മ വെച്ചത്. എന്റെ ജാനോയ്ക്ക് ഇഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല. കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക. സന്തോഷാശ്രു എന്നാ പറയാ. സ്നേഹവും സന്തോഷവും കൊണ്ടുള്ള കണ്ണീര് എന്നാ മലയാളം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ജാനു പറഞ്ഞു, എന്നോട് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞില്ലടി, ഭാഷ ഇംഗ്ലീഷ് ആയാൽ എന്താ, എന്റെ പേരക്കുട്ടിയല്ലേ, എന്റെ മരുവോളല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തെത്തിയില്ലേ. ഔന്റെ ജാനോ ഈ പറഞ്ഞു തന്നെയാ ശരി. ഞാനൊരു വെപ്രാളും ബേജാറൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ മാറി, ദൈവത്തിന് സ്തുതി, അണക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജാനുവിന്റെ വേലിക്കെന്ന് കല്യാണിയമ്മ വലത്തോട്ട് ഇങ്ങനെ മടങ്ങി തിരിഞ്ഞിങ്ങോട്ട് പോരാൻ നോക്കുമ്പോഴാണ് ജാനു എടുത്തി കല്യാണിയമ്മേന്റെ വലത്തെ കാതിലേക്ക് നോക്കണത്. 2.5 പവന്റെ കമ്മല് കാണാനില്ല. ഈ വൃത്തിയേട്ട ചെക്കൻ കടിച്ചു മുട്ടിപ്പോയതാ. അമ്മൂമ്മ പാവം വിചാരിച്ച സ്നേഹം കൊണ്ട് 15 മിനിറ്റ് ഗ്രാൻഡ് മാ ഒലക്കന്റെ മൂടാ. ചെക്കൻ കമ്മലിന്റെ അറ്റ അഡ്ജസ്റ്റ് ചെയ്ത് തൊള്ളയിലായി കിട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തതാ, ടൈമിങ് കറക്റ്റാക്കിയതാ. കുണ്ടന്റെ പണി മേശപ്പുറത്ത് കയറി നിന്ന് കമ്മല് തൊള്ളയിലാക്കലാന്ന്. പാവം തള്ള വിചാരിച്ച സ്നേഹം കൊണ്ട് ഗ്രാൻഡ് മാ. ഓ, ഇങ്ങനെ ഉണ്ടോ ഫറോക്കില്? കെട്ടിപ്പിടിച്ച് ഗ്രാൻഡ് മാ കമ്മ്യൂണിസ്റ്റാരേ എന്ന് പറയുന്നവരുണ്ടോ? നല്ലവണ്ണം ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പോരാട്ടത്തിന്റെ പടഭൂമികളിൽ പ്രാണൻ പതിരുപോലെ പകുത്തു നൽകിയ പഴയ തലമുറയിലെ പോരാളികളാണ് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ ഈ തട്ടകം പണിത് തന്നത്. അവരുടെ വാരിയെല്ലും നെഞ്ചിൻ കൂടുമാണ് ഇതിന്റെ അസ്ഥിവാരം. ചോരമണക്കുന്ന സമരപഥങ്ങളിൽ, തീപാറുന്ന അഗ്നിരഥ്യകളിൽ കാലുപൊള്ളുമെന്നറിഞ്ഞമർത്തിച്ചവിട്ടിയും ശിരസറ്റുപോയാലും ശരി പറഞ്ഞാൽ ശപിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും ശരിയേ പറയൂ എന്ന് ശാഠ്യം പിടിച്ചവരാണ് നമുക്ക് മുമ്പേ നടന്നുപോയ പൂർവസൂരികൾ. ആ പോരാളികളോട് നമുക്ക് അനീതി ചെയ്യുക വയ്യ അരനിമിഷം പോലും. എല്ലാ വർഗശത്രുക്കളും കേൾക്കെ, എല്ലാ വലതുപക്ഷ മാധ്യമ തമ്പുരാട്ടിമാരും കേൾക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനയത്തോടെ വിറയ്ക്കാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ സകലർക്കും അവസാന ശ്വാസം വരെ പാലിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പോരാടി ചത്തുവീണ
പൊരുതി മരിച്ചാലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് രണഭൂമികളിൽ രക്തസാക്ഷിത്വം വരിച്ച സമരസഖാക്കൾക്ക് വേണ്ടി ആകാവുന്ന വിധത്തിൽ ഞങ്ങൾ ആയിരക്കണക്കിന് സമര കുടീരങ്ങൾ പണിതിട്ടുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉശിരാർന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ രണസ്മാരകങ്ങൾ അരനിമിഷം കണ്ണീരണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന് ജീവനുള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കാർ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ. അതിനപ്പുറത്തേക്കൊന്നും ഞങ്ങൾ ഒരു പുല്ലുവില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ശരിക്കു വേണ്ടി രാഷ്ട്രീയം പറയേണ്ടുന്ന, സത്യത്തിനു വേണ്ടി ശിരസറ്റുപോയാലും ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കേണ്ടുന്ന അഭിശപ്തവും അസാധാരണവും ആസുരവുമായൊരു കാലത്ത്, കഴിഞ്ഞ കാലത്തതിനേക്കാൾ മുന്തിയ വിധത്തിൽ, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയിൽ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് സകലരോടും സവിനയം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലാൽ സലാം.